ഒരാളെ വിലയിരുത്തുന്നതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധയിൽപ്പെട്ട ഒരു ഉപദേശം ആദ്യം എന്നോടും ശ്രോതാക്കളായിട്ടുള്ള നിങ്ങളിലേക്ക് പങ്കുവെക്കുകയാണ്. മനോഹരമായിട്ടുള്ളൊരു സംഭവം. ഒരു പ്രസിദ്ധനായിട്ടുള്ളൊരു പണ്ഡിതൻ ഇമാം ഷിറാസ് റഹിമഹുല്ലാഹ്, അദ്ദേഹം കുട്ടിയായിരിക്കുന്ന സമയത്ത് പിതാവ് അദ്ദേഹത്തെ ദിനേന ആ കുട്ടിയെ രാത്രി നമസ്കരിക്കാൻ വേണ്ടി, ആ ഖിയാമുൽ ലൈലിന് വേണ്ടി പിതാവ് വിളിച്ചുണർത്തുമായിരുന്നു. അങ്ങനെ ഉപ്പയും മകനും ഒരുമിച്ച് ആ രാത്രി നമസ്കരിക്കുകയാണ്. എത്ര മനോഹരമാണ്. ഒരിക്കൽ അതേ രൂപത്തിൽ പിതാവ് ആ മകനെ വിളിച്ചുണർത്തി ആ മകന് വുളൂ ചെയ്യാൻ ചെയ്യുന്ന സമയത്ത് ചുറ്റുപാടിലേക്ക് നോക്കിയ സമയത്ത് അടുത്ത വീട്ടിലൊന്നും ലൈറ്റ് തെളിഞ്ഞിട്ടില്ല, ആളുകളെല്ലാം ഗാഢനിദ്രയിലാണ്. ആ ഒരു കാഴ്ച കണ്ട സമയത്ത് ആ മകൻ പറഞ്ഞു, ലം യകുൻ മിൻ ഹൗലാഇ മിൻ യുസല്ലി റക്അതൈൻ, ഈ ആളുകൾക്കൊന്നും എഴുന്നേറ്റ് 2 റക്അത്ത് നമസ്കരിക്കാൻ ഇവർക്കൊന്നും കഴിയില്ലേ? ആ രൂപത്തിൽ ആ മകൻ ഒരു കമന്റ് പറയാണ്. അത് കേട്ട സമയത്ത് പിതാവും മകന് നൽകുന്ന ഒരു തർബിയത്ത്. ഉപ്പ പറഞ്ഞു, യാ ബുനിയ, എന്റെ പൊന്നുമോനെ, ലൗ നിംത ലക്കാന ഖൈറുൽ ലക്, ഈ രൂപത്തിൽ കമന്റ് ചെയ്യാനാണെങ്കിൽ അതിനേക്കാൾ നല്ലത് നിനക്ക് പോയി കിടന്നുറങ്ങുന്നതാണ്. അതായത് മകന് നൽകുന്ന വലിയൊരു പാഠം, മറ്റുള്ള ആളുകൾ ചെയ്യാത്ത എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെച്ച് മറ്റുള്ള ആളുകളെ ആ കർമ്മത്തിന്റെ പേരിൽ നീ ചെറുതാക്കി കാണാൻ, അല്ലെങ്കിൽ നിന്നെ അന ഖൈറുമിൻ, ഞാൻ ഒരല്പം ബെറ്റർ ആണെന്ന് ചിന്തിക്കാനാണ് നീ ആ ഒരു കർമ്മത്തെ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഏറ്റവും നല്ലത് ആ കർമ്മം ചെയ്യാതിരിക്കുന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്ന ഒരു പ്രസ്താവനയിൽ ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, വ ഇന്നക അൻ തുബീത നായിമൻ വ തുസ്ബിഹ നാദിമൻ ഖൈറും മിൻ അൻ തുബീത ഖായിമൻ വ തുസ്ബിഹ മുഅജബൻ. അതായത് നീ രാത്രി നമസ്കരിക്കണം എന്നെല്ലാം ആഗ്രഹത്തോടു കൂടെ നീ കടന്ന് ക്ഷീണം കാരണം നീ ഉറങ്ങിപ്പോയി, അങ്ങനെ രാവിലെ ഖേദത്തോടു കൂടെ നമസ്കരിക്കാൻ കഴിഞ്ഞില്ലല്ലോ, ആ നമസ്കാരം മിസ്സായല്ലോ എന്നുള്ള ഒരു ഖേദത്തോടു കൂടെ നീ ഉണരുന്നതാണ്. രാത്രി മുഴുവൻ നമസ്കരിച്ച് പ്രഭാതത്തിൽ ആ നമസ്കരിക്കാത്ത ആളുകളെ നോക്കിയിട്ടാ ഇവന്റെ കഥ എന്താണ്, ഞാന് രാത്രി മുഴുവൻ നമസ്കരിച്ചവനാണെന്ന് ആ ഒരു ചിന്ത നിനക്കുണ്ടെങ്കിൽ അതിനേക്കാൾ നല്ലത് ആ നമസ്കാരം മിസ്സാക്കിയിട്ട് ഖേദത്തോടു കൂടെ ഉണരുന്നതാണ്. മനോഹരമായിട്ടുള്ള പ്രസ്താവനയാണ്. ഇപ്പൊ ഏതൊരു കാര്യം അത് ചെയ്യുന്ന കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, എന്തെങ്കിലും ഒരു അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹം വെച്ച് നീ അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ താഴ്ത്തി കാണുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ നാശമാണ്. അത് ഒരു പക്ഷേ അത് ചിലപ്പോൾ അറിവായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് അറിവ്. സ്വഹീഹ് ബുഖാരിയിലുള്ള ഹദീസിൽ ആദ്യമായിട്ട് നരകത്തിലേക്ക് പ്രവേശിക്കുന്ന 3 ആളുകളിൽ ഒന്ന് ഒരു വലിയ പണ്ഡിതനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അറിവ് അയാൾക്ക് നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ആ അറിവ് അയാൾ തെറ്റായിട്ട് ഉപയോഗിച്ചു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ അറിവിനെ തെറ്റായിട്ട് ഉപയോഗിക്കുന്ന 3 രീതികൾ. ഒന്ന്, ആ അറിവ് വെച്ച് അയാൾ ഞാൻ വലിയൊരു സംഭവമാണ്, ഞാൻ മറ്റുള്ള ആളുകളെക്കാൾ അറിയുന്നവനാണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് റിയാ ആണ്. അതായത് ആ അറിവുകൊണ്ട് ഒരു ഉപയോഗമില്ല. അതല്ലെങ്കിൽ രണ്ടാമതായി